നിങ്ങളെ യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ സ്മാർട്ട് ഫോൺ. ഗെയിം കളിക്കാൻ പറ്റുന്ന സെറ്റ് 2000 രൂപ. 2000 രൂപ. ഇത് വേറൊരു കാര്യമുണ്ട്, 4GB RAM ആണിത്. 4GB RAM, 2000 രൂപ 64 സ്റ്റോറേജ് വരുന്നത്. വെയിറ്റും ഉണ്ട്. ഇത് ഒറിജിനൽ കേട്ടാ, ഇത് ഡിസ്പ്ലേ മാറിയ പീസ് ഒന്നും അല്ല. പാലഴക് പാല് പോലിരിക്കുന്ന ഡിസ്പ്ലേ ക്വാളിറ്റി കാണാൻ. കോണ്ടാക്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ കാണാം. സ്ഥലം പറയാം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് പേര് നമ്മുടെ ഷോപ്പിൽ വന്ന് ഒരുപാട് പേർക്ക് 1000 രൂപയ്ക്കാണ്. 1000 രൂപ മുതൽ ഒരുപാട് പേർക്ക് 4500, 5500, 6500 രൂപയ്ക്ക് വരെ ഇന്ന് സ്മാർട്ട് ഫോൺ നമ്മളിന്ന് കിട്ടുന്ന സ്മാർട്ട് ഫോണുകൾ നിങ്ങൾക്ക് പണം കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ ഒരു നഷ്ടമില്ലാത്ത സ്മാർട്ട് ഫോണിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും കൊടുത്തത് അല്ലേ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഷോപ്പിൽ കുറച്ച് എത്രയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്? എത്ര രൂപയാണ് സോനോ പ്രൈസ് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ സ്റ്റാർട്ടിങ് നമ്മുടെ 1700 മുതലാണ് സെറ്റ് ഉള്ളത്. 1700 മുതൽ നിങ്ങൾക്ക് ഇരിക്കുന്ന കണ്ടീഷനുള്ള സ്മാർട്ട് ഫോൺ നിങ്ങൾ വാങ്ങുന്നത് കൊണ്ട് നാളെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരില്ല. എന്ന് വെച്ചാൽ ബാറ്ററി കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ സ്മാർട്ട് ഫോൺ. ഗെയിം കളിക്കാൻ പറ്റുന്ന സെറ്റ് 2000 രൂപ. 2000 രൂപ. ഇത് വേറൊരു കാര്യമുണ്ട്, 4GB RAM ആണിത്. 4GB RAM, 2000 രൂപ 64 സ്റ്റോറേജ് വരുന്നത്. അടിപൊളി ഓപ്പോയുടെ സെറ്റാണ്. അടിപൊളി. ചൂടോടെ നമ്മളിപ്പോ വന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ കൊണ്ട് വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഒരുമിച്ചാണ് കാണാൻ പോകുന്നത്. ക്യാമറ ക്വാളിറ്റി ഒറിജിനലാണ്, വേറെ ഒരു കുഴപ്പമില്ല. ഇതിനൊക്കെ ഡിസ്പ്ലേക്കകത്ത് ഡാമേജ് ആണ്. എത്ര രൂപ? 2000 രൂപയ്ക്ക് ഡിസ്പ്ലേ ഉണ്ടല്ലേ. ഡിസ്പ്ലേക്കകത്ത് ഒരു ബ്ലാക്ക് ഡോട്ട് കാണുന്നുണ്ട്. കൊറിയർ ചാർജ് അതേ റേറ്റിന് തരുന്ന ഉപയോഗിക്കുന്നവർക്ക് സുഖമായിട്ട് ഇത് വെച്ച് ഈ കണ്ടീഷനിൽ നമുക്ക് കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഒരു 4GB RAM 64 ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ്ട് നോക്കിയുടെ ഒക്കെ നല്ല നല്ല സെറ്റുകൾ നമ്മളെ വില കുറച്ച് വാങ്ങിക്കുമ്പോഴേ നല്ലൊരു 4GB RAM 64 വില കുറഞ്ഞ് വാങ്ങുമ്പോൾ ഒരുപാട് കംപ്ലൈന്റ് ഉണ്ടാവും അല്ലേ. നല്ല കംപ്ലൈന്റുകൾ ഉണ്ടാവും. അപ്പം കംപ്ലൈന്റ് ഇല്ലാത്ത സ്മാർട്ട് ഫോൺ അല്ലേ നിങ്ങൾ വാങ്ങുമ്പോൾ നാളെ കൊണ്ട് കംപ്ലൈന്റ് ഉണ്ടാവല്ലേ. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെ വാങ്ങണം. അതൊരു 3000 രൂപ കിട്ടും. അത്യാവശ്യം നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹാങ്ങോ ലാഗോ ഇല്ലാത്ത സെറ്റ് യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു 4500 സ്റ്റാർട്ടിങ്. നമുക്കിപ്പോ ഇതാണെങ്കിൽ ഒരു 5500 വരും കേട്ടോ. റെഡ്മിയുടെ സെറ്റാണ്. അത്യാവശ്യം ഇനി ബാക്കി 2 മാസത്തെ വാറണ്ടി ഉള്ള പീസാണ്. 4GB RAM 64GB സ്റ്റോറേജ് വരുന്ന റെഡ്മിയുടെ സെറ്റാണ്. ഇത് പൊളിച്ച് പണിയുന്ന പീസ് ഒന്നും റീപ്ലേസ് ഒന്നും ഇല്ലാത്ത പീസ്. അതുപോലെ തന്നെ ഒരു കണ്ടീഷൻ പീസ്. ഇത് കണ്ടീഷൻ പീസാണ്. ഇത് എനിക്ക് ഇരിക്കുന്ന കൂട്ടത്തില് ഇത് ഒരു ലാൻഡ് മാർക്കുള്ള ഒരു സെറ്റാണ് കേട്ടോ. ഇത് ലൈൻ കണ്ട ഇടയ്ക്കിടയ്ക്ക് ഈ ഗോൾഡ് ലൈനാണ്. ഇത് നമുക്ക് ലാസ്റ്റ് പറയാം. ഇപ്പം വേറെ സെറ്റുകളൊക്കെ കാണി. അതുപോലെ തന്നെ ഇപ്പം ഒരു 3700 ആ ബഡ്ജറ്റൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ നോക്കിയാണ്. അത് ഒരു 4GB RAM 64GB സ്റ്റോറേജ് വരുന്ന സെറ്റ് 3500. ഇതൊക്കെ വാങ്ങുന്നുണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇതൊക്കെ നല്ല പെർഫെക്റ്റ് സ്മാർട്ട് ഫോണാണ്. നിങ്ങൾ വാങ്ങുന്നുണ്ട് നാളെ റിപ്പയർ ചെയ്യാനൊന്നും കൊടുക്കണ്ട. ഈ 3500 നിങ്ങൾക്ക് ലാഭമാണ്. ഈ സെറ്റ് കാണുന്ന സെറ്റുകളെല്ലാം 3500 എടുത്ത് വാങ്ങിച്ചാൽ ഞാൻ പറയും ലാഭമാണെന്ന്. നിങ്ങൾക്ക് ലാഭമാണെങ്കിൽ കസ്റ്റമർ ഉണ്ട് കേട്ടോ. കസ്റ്റമറും വരുന്നു. ഇതിനിടയിൽ നമ്മൾ കസ്റ്റമറിനെ ഡീൽ ചെയ്യണം ഗൈസ്. അപ്പം ഒരു സെറ്റൊക്കെ പോയി കേട്ടോ. അപ്പം കുറച്ച് നല്ല സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഒരുപാട് പേര് നമ്മൾ വീഡിയോ ചെയ്യാതെ തന്നെ 2500 രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയി. ഇന്ന് നല്ല സ്മാർട്ട് ഫോണുകൾ അതൊക്കെ കമന്റ് ബോക്സിൽ കമൻറ്റ് വീഡിയോ കണ്ടു വന്നതുകൊണ്ട് നമുക്കൊന്ന് സംസാരിക്കും. നമ്മളെ കയ്യിലുള്ളത് നമ്മൾ കൊടുത്താണ് വിടുന്നത്. പിന്നെ അതുകൊണ്ട് നമ്മളിത് കാണിക്കാനായിട്ട് പിന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ടിങ് ഇപ്പോൾ ഒരു 1700 മുതൽ എന്ന് പറഞ്ഞാൽ റെഡ്മി ഗോയുടെ അതൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതാണ് സെറ്റ്. വലിയ കുഴപ്പമില്ലാത്തെന്ന് പറഞ്ഞാൽ ആ റേറ്റിന് ഇപ്പോൾ സാധാരണ ബഡ്ജറ്റ് കുറവുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാം. സാമ്പത്തികമായിട്ടൊക്കെ സാധാ ഒരു ഫോണൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം വാട്സപ്പ് എല്ലാം യൂസ് ചെയ്യാൻ ഇതിൽ. ഇതാണെങ്കിലാ ഇതും അതുപോലെ തന്നെ. ഇത് വേണ്ട. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്പ്ലേ കംപ്ലൈന്റ് അല്ലേ. ഇതൊക്കെ വന്നതേ ഉള്ളൂ. ചെക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ കംപ്ലൈന്റ് നമ്മൾ തരൂല നിങ്ങൾക്ക്. ഡിസ്പ്ലേ കൊള്ളൂല കേട്ടാ. ഇത് എത്ര രൂപ വരുന്നത്? ഇത് 1200 ആണെങ്കിലും ഗൈസ് 1200 രൂപയുടെ സ്മാർട്ട് ഫോണാണ്. പക്ഷേ കണ്ടില്ലേ ഡിസ്പ്ലേയുടെ നിറം മാറിയിരിക്കുന്നുണ്ടല്ലോ. വേറെ കംപ്ലൈന്റ് ഒന്നും കാണില്ല. ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. പക്ഷേ ഡിസ്പ്ലേയുടെ നിറം മാറിയിരിക്കുന്നുണ്ട്. ഒരുമാതിരി ഒരു കളർ കൂടി നിൽക്കുന്നത്. അത് വേണ്ട. അത് അല്ല കൊടുക്കാം. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക തരാം അല്ലേ. 1200 രൂപ ഉള്ളൂ 4G സ്മാർട്ട് ഫോൺ. ഈ ബോർഡുകൾ ആവശ്യമുള്ളവർ ചോദിക്കും. ചില ആൾക്കാർ ഡിസ്പ്ലേ ഒറിജിനൽ ഉള്ള ഡിസ്പ്ലേ ബോർഡിന് തന്നെ ഉണ്ട് 1000 രൂപ. ഗൈസ് ഇത് 1200 തരാം. 100 കുറേ ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരും.
പിന്നെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താ, ഇത് ഗോൾഡ് ലൈനാണ്, ഒരു ലക്ഷറി സാധനമാണ് കേട്ടോ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ബുള്ളറ്റ് പ്രൂഫ് ആണ്, പൊന്നെ വെടികൊണ്ട് നെഞ്ചിൽ തുളച്ച് കയറാതിരിക്കുകയും ഗൈസ് ഇത് തന്നെ ഇവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കും. തന്നെ സ്റ്റീലല്ലേ ഇത് മെറ്റൽ ബോഡി പോലെ എന്തോ ഒരു കാർബൺ പ്രത്യേകതരം ഇനം. പക്ഷെ സാധനം നല്ല വെയിറ്റും ഉണ്ട്. ഇത് ഒറിജിനൽ കേട്ടോ, ഇത് ഡിസ്പ്ലേ മാറിയ പീസ് ഒന്നും അല്ല. പാലഴക് പാല് പോലിരിക്കുന്ന ഡിസ്പ്ലേ ക്വാളിറ്റി കാണാൻ. ക്യാമറ എടുത്ത് നോക്കാമേ, സെയിം വല്ലാത്തൊരു ക്വാളിറ്റി. ഞാൻ ചുമ്മാ ഇങ്ങനെ നമ്മൾ ക്യാമറ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്, ചുമ്മാ ഞാൻ പറയുന്നൊന്നല്ല, ആ ഒരു ക്വാളിറ്റി സെറ്റിനുണ്ട് കേട്ടോ. പക്ഷെ നോച്ച് ഡിസ്പ്ലേ അല്ല, പഴയ ഒരു മോഡലാണ്, പഴയ സെറ്റാണല്ലേ ഇത്. നോക്കിയോ പഴയ ക്യാമറ ക്വാളിറ്റി നോക്കിയാണ് ഗൈസ്, ചുമ്മാ പറയുന്നതല്ല കേട്ടോ, സൂപ്പർ ആയിരിക്കുന്ന സാധനം നല്ല സൂപ്പർ ആയിട്ടിരിക്കുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇതിന്റെ സ്കേസ് ആയാലും ഗൈസ്, ഇത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത്, പഴയ മോഡലാണെങ്കിലും ഒരു സ്ക്രാച്ച് ഇല്ല. സനഫറിന് ഒരു സ്ക്രാച്ച് കാണിച്ചാ ഇല്ല, ഇതിൽ സ്ക്രാച്ച് ഒരു സ്ക്രാച്ച് ഇല്ല. സ്ക്രാച്ച് എന്ന് പറയാനില്ല, ഇതെനിക്ക് തോന്നുന്നുണ്ട് മറ്റേ സീൽഡ് ഫ്രഷ് വരുമ്പോ അവര് വലിച്ചെടുത്ത മറ്റേതുണ്ടല്ലോ സ്റ്റിക്കർ, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വരൂലേ ഐമിയുടെ, ആ ഒരു സ്റ്റിക്കർ ഇളക്കിയതിന്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർ ഈ പൗച്ചൊക്കെ ഇട്ടിട്ടുള്ള സ്ക്രൈ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യാൻ തോന്നുന്നു എടുത്തിട്ട്. ഇത് എടുക്കുന്ന ആള് സത്യം നമ്മട്ടൊന്ന് വാങ്ങിക്കുന്ന ആള് പൗച്ച് വാങ്ങരുത്, ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കണം. ഈ ഫിംഗർ പ്രിന്റ് കണ്ട അതിന്റെ അവിടെ ഈ ഗോൾഡ് ലൈനൊക്കെ വരുന്നതൊക്കെ കാണാൻ നല്ല സൂപ്പർ ആയിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആ രസം നിങ്ങൾക്ക് ഈ വീഡിയോ വഴി കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ലൈനിങ് ഒക്കെ ഗോൾഡ് ആണ്. ഈ സൈഡിൽ വരുന്ന ലൈനിങ് ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും ഉദ്ദേശിച്ച് എടുക്കാൻ നിൽക്കരുത്. കോളിംഗ്, വാട്സപ്പ് കാര്യങ്ങൾ, ഇൻസ്റ്റാഗ്രാം, ഫോട്ടോസ് കാര്യങ്ങൾ എല്ലാം ഉപയോഗിക്കാം. വലിയ പെർഫോമൻസ്. എത്ര സ്റ്റോറേജ് ഒക്കെ എത്രയായിരുന്നു ഇത്? നമ്മുടെ 3GB റാമില് 32 അല്ല 4GB റാമില് 64. 4GB റാമില് 4GB റാമില് 64 ഉള്ള സാധനമാണ് കേട്ടോ. നോച്ച് ഡിസ്പ്ലേ അല്ല, അതൊരു കുറവ് പറ്റൂല കേട്ടോ ഇതില്. അപ്പൊ ഇത് പൊളി സാധനം കേട്ടോ. ഇരിക്കുന്നതിൽ ഇതൊരു പൊളി സാധനം തന്നെ ഗൈസ്. അപ്പൊ ഈ ഇരിക്കുന്ന സ്മാർട്ട് ഫോണിൽ നിങ്ങൾ വാങ്ങുന്നതുകൊണ്ട് യാതൊരു കുറവും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളെ പൈസ ലാഭമാണ്. ഒരു വർഷം നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഉപയോഗിച്ചുകൂടെടാ. ഒരു വർഷം കട്ടയ്ക്ക് ഉപയോഗിച്ചൂടെ? ഒരു വർഷം എല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കാം. എന്നാൽ ഞാൻ പറഞ്ഞത് കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെ ഒരു വർഷം നിങ്ങൾക്ക് കല്ല് പോലെ നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ സ്മാർട്ട് ഫോണാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതൊക്കെ. പിന്നെ എടുത്ത് പറയാൻ വേറെ എന്തെങ്കിലും ഉണ്ടാ? ഇല്ലല്ലോ, വേറെ ഒന്നും പറയാനില്ല. ഇനി ഇത് തന്നെ ക്ലോസ് ചെയ്യാം അല്ലേ? അപ്പൊ ഗൈസ്, ഇപ്പം ഇരിക്കുന്ന സ്മാർട്ട് ഫോണുണ്ട് നിങ്ങൾക്ക് യാതൊരു കുറവില്ല വാങ്ങുന്നുണ്ട്. 3500, 1500 എല്ലാ സെറ്റുകളുണ്ട്. 1200 രൂപ മുതലാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിൽ സ്റ്റാർട്ടിങ് പ്രൈസ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ കാണാം. സനഫറെ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് സ്മാർട്ട് ഫോൺ കൊണ്ടാണ് വന്നത് കേട്ടാ. ബൈ.